ഞാൻ ഈ ജിഗർതണ്ട ഡബിൾ എക്സ് കണ്ടപ്പോഴും ഇപ്പോൾ റെട്രോ കണ്ടപ്പോഴും ഒക്കെ ആലോചിച്ചൊരു കാര്യമുണ്ട്. മലയാളത്തിൽ എന്തെങ്കിലും ഒരു കാലത്തൊരു കാർത്തിക് സുബ്രാജ് ഉണ്ടാവോ? നമുക്കിവിടെ എത്രയോ യങ് ഡയറക്ടേഴ്സ് ഉണ്ട് അല്ലേ? അപ്പോൾ അവർ ചെയ്യുന്ന സിനിമകളൊക്കെ ശ്രദ്ധിച്ചിട്ടില്ലേ? ഇപ്പോൾ നമ്മളൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലേഴ്സ് ഒന്ന് സക്സസ് ആയി കഴിഞ്ഞാൽ അതിലെന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡീഷനോ ഡിലീഷനോ ഒക്കെ കൊണ്ടുവന്ന് അത് കുറച്ചൊക്കെ ഒന്ന് റിഫൈൻ ചെയ്ത് മാറ്റിയിട്ട് അതന്നെ ഒരു കുറേ കാലം ഓടിക്കും. ഈ അടുത്ത നമ്മുടെ ഇപ്പോൾ റീസെൻ്റ്ലി കണ്ടിട്ടുള്ള സിനിമകളുണ്ടല്ലോ, ഈ ഫാലിമി പോലുള്ള സിനിമകൾ, അതായത് ഫാലിമയാക്കുന്ന അവസ്ഥകളാണ് ഇപ്പോൾ ഒരുപാട് നമ്മുടെ വീടിൻ്റെ ഉള്ളിലെ റിലേഷൻഷിപ്പ് ഇക്വേഷൻസും പിന്നെ ജെൻസി ബിഹേവിയർ പാറ്റേൺ ഒക്കെ ഒരുപാട് മാറി. അപ്പോൾ അത് കൂടുതൽ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടുള്ള കുറേ സംഭവങ്ങൾ. ഓക്കെ, ഇനി അതിനപ്പുറം ഈ മരണമാസ് പോലെയുള്ള വിയേർഡ് അല്ലെങ്കിൽ ഡാർക്ക് കോമഡിയിലെ മാക്സിമം വിയേർഡ്നെസ് ഒക്കെ കൊണ്ടുവന്നിട്ടുള്ള സിനിമകൾ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മളിങ്ങനെ മലയാള സിനിമ എന്ന് പറഞ്ഞാൽ അറിയാലോ, റിയലിസ്റ്റിക് സിനിമകളുടെ ഗോഡ് ഫാദർ ആണല്ലോ മലയാള സിനിമ. അപ്പോൾ നമ്മൾ ഈ പുറത്ത് സ്റ്റേറ്റിലുള്ള റിവ്യൂവേഴ്സും അതുപോലെ തന്നെ ആക്ടേഴ്സും ഡയറക്ടേഴ്സും എല്ലാം മലയാള സിനിമേനെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഹെയിൽ ചെയ്യുന്നതുകൊണ്ട് നമ്മളിപ്പോഴും അവിടെയൊക്കെ തന്നെ, നമ്മുടെ ആ സ്പേസ് നമ്മൾ ആർക്കും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അതിനപ്പുറത്തേക്ക് എന്തോരം ജോൺറകൾ നമുക്ക് ഈ സിനിമ എന്ന് പറഞ്ഞ സ്പേസിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. ഇതൊക്കെ ആര് ചെയ്യും? ഇപ്പോൾ റെട്രോ കണ്ടുകൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ ഒരു ടാഗ് ലൈൻ ഉണ്ടല്ലോ, ലവ് ലാഫ്റ്റർ വാർ എന്നൊക്കെ പറയുന്ന സംഭവം എന്ത് രസമായിട്ടല്ല ചെയ്തിരിക്കുന്നത്. ഒരു സിനിമയ്ക്കുള്ളിലെ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ് ഇത്ര ക്രിയേറ്റീവായിട്ട് ഇത്ര തോട്ട്ഫുള്ളായിട്ട് ചെയ്യാന്ന് പറയുന്നത്, അതിൽ പിന്നെ ജിഗർതണ്ടയുടെ ഒരു ഇൻറ്റഗ്രിറ്റി ഒന്നും ശരിക്കും റെട്രോയുടെ സെക്കൻഡ് ഹാഫ് ഒന്നും വരുമ്പോൾ ഇല്ല, അത് ഞാൻ സമ്മതിക്കും. പക്ഷേ സിനിമ എന്ത് രസമാണ് കണ്ടിരിക്കാനായിട്ട്. ശരിക്കും സിനിമയുടെ ഉള്ളിലെ സിനിമയാണത്. അത് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ശരിക്കും നമുക്ക് ബ്രെയിൻ പവർ വേണം, ക്രിയേറ്റീവ് പവറും വേണം. ഇത് രണ്ടുള്ളത് കൊണ്ടാണ് കാർത്തികിന് ഇങ്ങനത്തെ സിനിമകൾ ചെയ്യാൻ പറ്റുന്നത്. ഒരുപാട് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് എങ്ങനെ ഇങ്ങനത്തെ സിനിമകൾ ഇങ്ങനെ സ്ക്രീനിൽ നമ്മളുടെ ഒരു ഇൻഡിജിനസ് ആയിട്ടുള്ള നമ്മുടെ സ്ക്രീനിലേക്ക് ഈ സംഭവം എങ്ങനെ കൊണ്ടുവരാം എന്നുള്ള കാര്യത്തിൽ. ഇതൊക്കെ നമ്മളും ചെയ്യേണ്ടതല്ലേ? നമ്മളിങ്ങനെ ഈ പഴയ പ്രേമവും മറ്റേ ചെറിയ ചെറിയ നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്ന തീരുമാനം തന്നെ ചെയ്തുകൊണ്ടിരുന്നാൽ മതിയോ? ഇതിനൊക്കെ ഒരു ചേഞ്ച് വേണ്ടേ? ആരെങ്കിലും ഉണ്ടോ മലയാളത്തിൽ ഒരു നെക്സ്റ്റ് കാർത്തിക് സുബ്രാജ്?